തിരുവനന്തപുരം സേവാഭാരതി ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് എല്ലാ വർഷവും പൊങ്കാല ദിവസങ്ങൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ നിരവധി മെഡിക്കൽ ക്യാമ്പുകളും മറ്റ് ഭക്തജനങ്ങൾക്ക് നിരവധി അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങൾ ഉടലെടുത്തതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തിന്റെ നഗര ശുചീകരണം കൃത്യമായി നടക്കാത്തതിനാലും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ശുചീകരണമായിട്ടുള്ള ഒരു നഗരത്തിൽ പൊങ്കാല ഇടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സേവാഭാരതി ഇന്ന്, അതായത് ഈ ഫെബ്രുവരി മാസം 28-ാം തീയതി വൈകുന്നേരം 7 മണി മുതൽ 8:30 മണി വരെ ഈ നഗരത്തിന്റെ എല്ലാ പ്രദേശങ്ങളും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പൊ ഈ തീരുമാനത്തിന്റെ പ്രധാന കാരണം ഈ നഗര ശുചീകരണത്തിൽ ചില ദുർബല ശക്തികൾ ഈ ശുചീകരണം വൃത്തിയായി നടത്താതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. നഗരസഭയിലെ ഭരണമാറ്റവും മറ്റു കാര്യങ്ങളും പൊങ്കാലയെ പരാജയപ്പെടുത്തുവാനുള്ള ഒരു ശ്രമമായി കാണുന്നു. ആറ്റുകാലിന്റെ ചുറ്റുപ്രദേശങ്ങളിൽ കഴിഞ്ഞ ഏകദേശം ഒരു 15 ദിവസമായി വെള്ളമോ വെളിച്ചമോ ഇല്ലാത്ത പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോ സംഘത്തിന്റെയും സേവാഭാരതിയുടെയും നേതൃത്വത്തിൽ 5000-ഓളം വാളണ്ടിയർമാർ ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ 8:30 മണി വരെ ഈ നഗരഹൃദയം ശുചീകരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ചുറ്റുപ്രദേശങ്ങളിൽ നിന്നുള്ള 5000-ഓളം സേവാഭാരതിയുടെ പ്രവർത്തകർ ഇന്ന് നഗരത്തിൽ ഈ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ആറ്റുകാൽ പൊങ്കാലയുടെ അന്നും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് 55ഓളം മെഡിക്കൽ ക്യാമ്പുകളും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവാഭാരതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ വരുന്ന ഈ നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന നിരവധി ആൾക്കാർക്ക് അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി സേവാഭാരതി ആ ദിവസവും പൊങ്കാല ദിവസവും ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതാണ്. അപ്പോ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തും നടക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട മേജർ PV രാജേഷ് ആണ് നടത്തിയത്. എല്ലാ സ്ഥലങ്ങളിലും ഈ സമയത്ത് ഈ ശുചീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം പൊതുജനങ്ങളെ അറിയിക്കേണ്ടത് അത്യാവശ്യമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ കാര്യം നമ്മൾ ഇവിടെ പറയുന്നത്.